have nothing to do with the fruitless deeds of darkness. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത്. അപ്പോൾ ഇരുട്ടിൻ്റെ പ്രവൃത്തി ഉണ്ടെന്നും അതിന് നമ്മൾ ഒരിക്കലും കൂട്ടു നിൽക്കരുതെന്നും വാക്യം ദൈവം ശക്തമായിട്ട് നമ്മളോട് പറയുന്നു. ഈ ഒരു വാക്യം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലാണ്. ആ വാക്യം തന്നെ ഞാൻ വായിക്കുകയാണ്. 5:11. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത്, അവയെ ശാസിക്കുകയത്രേ വേണ്ടത്. അപ്പം നിഷ്ഫല പ്രവൃത്തികൾ കൂട്ടാകരുത്, കൂട്ടു നിൽക്കരുത്, അവയെ നമ്മൾ ശാസിക്കണം. അപ്പം നമ്മൾ 4 പേരൊന്നിച്ച് ഒരു പാർട്ടിക്ക് പോവുകയാണ്. അവിടെ രാത്രി മുഴുവനും കള്ളു കുടിക്കുന്ന ഒരു പ്രവണതയുണ്ട്. വി ഷുഡ് അവോയ്ഡ് ഇറ്റ്. അത് ചെറുപ്പക്കാരോട് പറയുമ്പം അത് ബിസിനസ്സിന് വേണ്ടിയാണ്, പിന്നെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആദ്യം പോകുമ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നില്ല. യു ആർ ബീങ് ഡ്രോൺ ഇൻ ടു ദ ഡാർക്ക്നെസ്. അതിൽ നിന്ന് മാറണമെങ്കിൽ ചെറുപ്പത്തിലേ നമ്മളെ വചനത്തിൽ ഉറപ്പിച്ച് നിന്നിട്ട് ആത്മാവ് ബലമില്ലെങ്കിൽ ഏതൊരു മനുഷ്യനും വീണുപോകും. പ്രായമുള്ളവരും നമ്മളെ ഒരാൾ ശാസിച്ചില്ലെങ്കിൽ നമ്മളത് അക്കൗണ്ടബിലിറ്റി എന്ന് പറയും. അതായത് നമ്മൾ വചനം പഠിക്കുന്നവർക്കറിയാം. ഞങ്ങൾക്ക് തിങ്കളാഴ്ച പ്രയറുണ്ട്, വ്യാഴാഴ്ച പ്രയറുണ്ട്. ഞാൻ എല്ലാ മാസവും 3 ദിവസം പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന, ജഡത്തിനെ മാറ്റാൻ വേണ്ടി മാത്രം നമ്മൾ ഉപവാസ പ്രാർത്ഥന എടുക്കാറുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് കൊമ്പുകൾ വരും. ദൈവത്തിൻ്റെ ആത്മാവിൽ ആത്മീക അഹങ്കാരം വലിയ ശക്തമേറിയതാണ്. ഇതൊക്കെ വരാതിരിക്കണമെങ്കിൽ കോൺഷ്യസ് ആയിട്ട് ദൈവസന്നിധിയിൽ എന്ന് വെച്ചാൽ നമ്മൾ കർത്താവ് ഇരുട്ടിൻ്റെ പ്രവൃത്തിക്ക് കൂട്ടു നിൽക്കാൻ നമ്മളെ അനുവദിക്കല്ലേ. ഇരുട്ടിൻ്റെ പ്രവൃത്തി എന്ന് പറയുമ്പം നമ്മുടെ സഭകളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക, സഭയിൽ വഴക്കുണ്ടാക്കുന്നത്, ഇതൊക്കെ ഇരുട്ടിൻ്റെ പ്രവൃത്തി തന്നെയാണ്. ദൈവത്തിന് അതൊട്ടും ഇഷ്ടമല്ല. നമ്മൾ സഭകളിൽ കാണിക്കുന്ന ഓരോ പ്രയാസങ്ങൾ മറ്റുള്ളവർ മറ്റ് അതായത് ദൈവത്തെ ജാതികൾ വിളിച്ചു പറയുമ്പം പോലും നമുക്കത് കണ്ണ് തുറക്കാതിരിക്കുന്നത് സത്യദൈവത്തെ നമ്മൾ ഒത്തിരി മാറിപ്പോയിരിക്കണം. അന്ത്യകാലത്ത് ഇതൊക്കെ വരുമെന്ന് പറയുന്നു. പക്ഷെ ഞാൻ ആത്മാവിൽ പറയുന്നത് ഈ ഇരുട്ടിൻ്റെ പ്രവൃത്തിക്ക് നമ്മൾ നിഷ്ഫല പ്രവൃത്തി, അവസാന അന്ത്യനാശവുമാണ്, അതിന് കൂട്ടു നിൽക്കരുത്. ഇതെന്നെ പഠിപ്പിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഞാൻ ലോയറായിരുന്നപ്പോഴും അതിന് മുമ്പ് മറ്റുള്ളവരുടെ പ്രയാസം കാണുമ്പോൾ ഞാൻ അത് പോയി ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് അവർ കയറിപ്പോവും. പക്ഷെ നമ്മൾ ആ കുഴിയിൽ എപ്പോഴും വീഴുക. അങ്ങനെ പലർക്കും പ്രയോജനമുണ്ടായി എന്ന് നമ്മൾ മാത്രം എപ്പോഴും കുഴി വീണപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്തൊരു ശുശ്രൂഷയാണ്, ആരെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കും ദൈവമേന്ന്. അങ്ങനെ പലപ്പോഴും നമ്മുടെ ഭവനങ്ങളിലുള്ളവർക്കും കൂട്ടുകാർക്കും വേണ്ടി നിന്നിട്ട് നമ്മൾ കുഴി വീഴുമ്പം അവർ രക്ഷപ്പെട്ടു പോകും. നമ്മൾ കുഴി വീഴുമ്പോൾ അവർ നമ്മളെ നന്മ ചെയ്തത് ഓർക്കത്തില്ല, പിന്നെ നമ്മളെ കുറ്റവും പറയും. അങ്ങനെ ആയപ്പം ദൈവത്തോട് ചോദിച്ചപ്പം ദൈവം എന്നെ ആത്മാവിൽ പഠിപ്പിച്ച ഒരു വചനമാണ് ഇപ്പം ഞാൻ വായിക്കുന്നത്. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തിക്ക് കൂട്ടാളികൾ, അവയെ ശാസിക്കുക അത്ര വേണ്ടത്. ഇതിന് മുൻപോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു വാക്യം എഴുതിയതിന് ഇത്ര അർത്ഥമുണ്ടെന്ന് അന്നേരം മനസ്സിലായി. ഈ എഫേസ്യർക്ക് എഴുതിയ ലേഖനം ഏകദേശം 5:8 തൊട്ട് വായിക്കാം. 8. മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു. മുൻപേ നമ്മളെല്ലാവരും ഇരുളായിരുന്നു. ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. എവിടെയാണ് വെളിച്ചം? ക്രിസ്തുവിൽ നമ്മൾ വെളിച്ചമായി മാറി. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ഭാരം എടുക്കുമ്പോൾ അവരുടെ കുഴിയിൽ കിടന്നേച്ച് അല്ല. ജോസഫ് ചിന്തിച്ച് നോക്കി, ജോസഫിന് സ്വന്തം അപ്പൻ മറ്റു സഹോദരന്മാർക്ക് വേണ്ടി ഭക്ഷണം കൊടുത്തു വിടുക ചെയ്തത്. ഭക്ഷണം കൊടുത്തു വിടുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ മൂത്തവന്മാരെല്ലാവർക്കും കുശുമ്പ് കൂടിയിട്ട് അവനെ കൊല്ലുക തന്നെ, അവനെ പിടിച്ച് കൊട്ടക്കണത്തിൽ ഇടുക ചെയ്തത്. അത് ചത്തുപോകേണ്ട കാര്യമാണ്. പിന്നെ ദൈവത്തിൻ്റെ പ്ലാൻ വേറെ. പക്ഷെ അന്നേരം എല്ലാം അപ്പൻ എത്ര പ്രാവശ്യം ഇരുന്ന് ചിന്തിച്ച് കാണും, അന്ന് ഞാൻ അവന് ഭക്ഷണം കൊടുത്ത് വിടണ്ടായിരുന്നു, അന്ന് ഒരിക്കലും അത് ചെയ്യരുതായിരുന്നു, ഞാൻ വേറെ ആരെങ്കിലും ഒരു ജോലിക്കാരുടെ കൊടുത്ത് വിട്ടാൽ മതിയായിരുന്നു. ചിന്തിച്ച് കാണത്തില്ലേ? എത്ര പ്രാവശ്യം അത് ചിന്തിച്ച് കാണും. അമ്മയുള്ളതായിട്ട് കാണുന്നില്ല. കാരണം ബെന്യാമിൻ ഉണ്ടായപ്പോഴത്തേക്ക് അമ്മ മരിച്ചുപോയി. അമ്മയുണ്ടായിരുന്നെങ്കിൽ അത് മതിയായിരുന്നു നേരം വീട്ടിൽ വഴക്കിന്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവത്തിൻ്റെ ആത്മാവിലാണോ അല്ലയോ എന്ന് നമ്മൾ ആദ്യം ചോദിച്ചിട്ട്, കർത്താവേ അത് ഇരുട്ടിന് വേണ്ടിയാണ്, അതിന് ഞാൻ എന്നെ കൂട്ടി നിർത്തരുത്. മുൻപേ നമ്മൾ ഇരുട്ടായിരുന്നു, അതിന് കാണുന്നതിനൊക്കെ നമ്മൾ എടുത്തിയാടും. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട്, കണ്ടോ, ഒരു വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. എന്തിനാണ് ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത്, അതെവിടെ വെച്ച് നിർത്തണം, എന്നിട്ട് കാല് പുറകോട്ട് വലിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും.
അത് ചെയ്യാതെ നമ്മൾ പോയി നിർത്തേണ്ടിയപ്പോൾ നിർത്തത്തില്ല. പിന്നെ നമ്മൾ ചില കുടുംബങ്ങളിൽ മറ്റുള്ള പുറത്തുനിന്ന് ആളുകൾ വന്ന് സഹായിക്കുന്ന കൂട്ടുകാർ അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട് ഞാൻ. അവർക്ക് അറിഞ്ഞുകൂടെ എവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്ന്. അത് ഒരു വലിയ ആപത്താണ്. പിന്നെ അവസാനം വീട്ടിലത് കലക്കാൻ നന്മയെക്കാട്ടി കൂടുതൽ തിന്മയായിട്ട് സംസാരിക്കുമ്പോൾ ആവശ്യമില്ലാത്തത് പറഞ്ഞു കൂട്ടി വെക്കും. ഒരു സെൻറ്റൻസ് ആയിരിക്കും ലാസ്റ്റിൽ. ചില പ്രാർത്ഥിക്കാൻ ആളുകളെ വിളിക്കും. അവർ വന്ന് പ്രാർത്ഥനയെല്ലാം നടത്തി എല്ലാം ശരിയാണ്. പോകാൻ നേരത്ത് ഒരു ചെറിയ ബോംബ് ഇട്ടേച്ചു പോകും. സൂക്ഷിച്ചോണേ, തീർന്നില്ലേ, നമ്മുടെ ഉള്ള ധൈര്യം എല്ലാം പോകും. അപ്പം നമ്മൾ ദൈവത്തോട് ഓരോന്ന് ചോദിച്ചിട്ട് ആദ്യം ആത്മാവിൽ തുടങ്ങിയാലും ചിലപ്പം പിന്നെ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ജഡത്തിലോട്ട്. അതുകൊണ്ട് ദൈവത്തോട് ആലോചന ചോദിക്കണം. കർത്താവിന് ഞാൻ വായിക്കുന്ന എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8 തൊട്ട് വളരെ പ്രധാനം. തന്നെത്താനെ വായിച്ച് നോക്കുവീൻ. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ല വെളിച്ചത്തിൻ്റെ ഫലം. അതായത് സദ്ഗുണം, നീതി, സത്യം മൂന്നും. സൽഗുണവും നീതിയും സത്യമായത് മാത്രത്തിന് നീ കൂട്ടുനിന്നാൽ മതി. ഇത് സൽഗുണം വേണം, നീതിയാകണം, സത്യമായതായിരിക്കണം. പിന്നെ നീ എന്തിനാ അവരുടെ കുഴിയിലോട്ട് ചാടാൻ നിന്നോട് പറഞ്ഞു കുഴി ചാടാൻ? ആ വിവേചനാത്മാവ് ഉണ്ടാകുന്നതാണ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പോയി ഒരു കാര്യം ചെയ്തു പറഞ്ഞു കൊടുത്തു, പിന്നെ അത് ഭാര്യ ഭർത്താക്കന്മാർ വഴക്കുണ്ടാക്കുക. അവരെ നമ്മൾ രമ്യതയാക്കി, പിന്നെ അവർ തന്നെ ജീവിക്കണം. പിന്നെ അവരുടെ എല്ലാ കാര്യത്തിലും നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. വി ഹാവ് ടു, അതായത് ക്ലീവിങ് ആണ്. വേണ്ടതിനെ എടുത്ത് കളഞ്ഞിട്ട് വേണ്ടാത്തതിനെ വെച്ചത് കട്ട് ഓഫ് ചെയ്യേണ്ടിയപ്പം കട്ട് ഓഫ് ചെയ്യുക. നിന്നെ ആത്മാവിൽ നിൽക്കേണ്ടി ഇപ്പോൾ ആത്മാവ് പറയുന്നതനുസരിച്ച്. അപ്പം നമ്മൾ പറയുന്നത് ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികൾ കൂട്ടാളികളാർ, അവയെ ശാസിക്കണം. അവർ ഗൂഢമായി ചെയ്യുന്നത് പറയാൻ പോലും ലജ്ജയാണ്. ഈ ദുഷ്ടത ചെയ്യുന്നവൻ അവൻ അറിയുന്നില്ല അവൻ എന്താ ചെയ്യുന്നത്. അതുകൊണ്ട് അത് മനുഷ്യൻ്റെ മുമ്പിൽ പറയാൻ പോലും നമ്മളതിനകത്ത് ചെന്ന് തലയിട്ടിട്ട് അവസാനം നമ്മൾ ആ കുഴിയിൽ വീണിട്ട് അവർ രക്ഷപ്പെട്ടു പോകും. അതുകൊണ്ട് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധയോടുകൂടി ദൈവാത്മാവിൽ നിന്നിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അവയെ ശാസിക്കുമ്പോഴോ ശാസിക്കേണ്ടിപ്പോൾ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ആ വെളിച്ചം കൊണ്ടുവരാനേ നിനക്ക് ജോലിയുള്ളൂ. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ല. അപ്പോൾ ഇരുട്ടിലിരിക്കുന്ന ഒരു രഹസ്യം പുറത്തു കൊണ്ടുവന്ന് വെളിച്ചത്ത് കൊണ്ടുവന്ന് പിശാചിന് കളിക്കാൻ ഒക്കത്തില്ല. ഒരു ദുഷ്ടൻ അല്ലെ കള്ളൻ രാത്രി മാത്രമേ അവന് ഇരുട്ട് അല്ലെങ്കിൽ ആളുകളില്ലാത്തടത്തേ അവന് കള്ളത്തരം ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജോലി ദൈവത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാം. വെളിച്ചം എങ്ങനെ കൊണ്ടുവരും? ദൈവവചനം കൊണ്ട്. ആ വചനം കൊണ്ട് മാത്രമേ വെളിച്ചം കൊണ്ടുവരും. കർത്താവ് ഈ വചനം, ഞാൻ ഈ വചനത്തിൽ ഉറച്ചു നിൽക്കും. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ശാസിക്കുമ്പോൾ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ല. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. അപ്പം നമ്മളോട് ദൈവം പറയുന്നത് ഉറക്കം തൂങ്ങിയിരിക്കാതെ എഴുന്നേക്ക്. വചനം പറഞ്ഞു കൊടുക്കേണ്ടിപ്പം പറഞ്ഞു കൊടുക്കുക. ആത്മാവിൻ്റെ ശക്തിയിലോട്ട് കയറി വരിക. പരിശുദ്ധാത്മാ പറയുന്നത് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുന്നെങ്കിൽ സകല സൽഗുണവും നീതിയും സത്യവുമായതിൽ മാത്രം ചെയ്യിപ്പിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ലാസ്റ്റിൽ കൊണ്ട് ബോംബിടാനോ അല്ലെ അവരുടെ പരിധി വിട്ട് അവരെ സഹായിക്കാനോ ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇതിനൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. അങ്ങനെ അതിന് മെച്യൂരിറ്റി എന്ന് പറയും, കേട്ടല്ലോ. അപ്പം നമ്മൾ പറയുന്നത് ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:17 തൊട്ട് 21 വരെയുള്ളത് തിന്മകൾ എന്തൊക്കെയാണ്. അതായത് നമ്മൾ ഇവർ ചെയ്യുന്നത് പറയാൻ പോലും കൊള്ളത്തില്ല എന്ന് വേറെ പലയിടത്തും എഴുതിയിട്ടുണ്ട്. പക്ഷേ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് തിന്മയായിട്ടുള്ളത് എന്താണെന്ന് 5:22 ഏകദേശം നന്മയെക്കുറിച്ചാണ്. എന്നാൽ 5:22 മുമ്പിലുള്ള പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ ന്യായപ്രമാണത്തിന് കീഴിലുള്ളതല്ല. പഴയ നിയമത്തെക്കുറിച്ച് മാറ്റി നിർത്തി വെച്ചപ്പെടുമ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദന്തപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്, ഇവരൊക്കെ ഇതിനകത്തൊക്കെ ഉളവായിട്ട് എന്തെല്ലാം കാര്യം കാണിച്ചു വെക്കും. നമ്മൾ അറിയുന്നില്ല. കാരണം ഇതിങ്ങനെ ചുഴലി പോലെയാണ്. നമ്മൾ പാപത്തിന് അടിമയായിട്ട് പോകും. അവരുടെ കുഴി കടന്നേച്ച് നമ്മളതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കി ഒക്കത്തുമില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ഓരോരുത്തരും ഇടപെടുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ട് പോകണം. എന്നാൽ അതിൻ്റെ അടുത്ത വാക്ക് 22 പറയുന്ന ഗലാത്യർ 5:22 പറയുന്നത് ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോഴേ ഈ ഗുണങ്ങളാണ് നമ്മളിൽ വരേണ്ടത്.
എല്ലാവരുടെയും കുഴി വീഴാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്നവർ വര വരയ്ക്കാൻ കൂടെ പഠിക്കണം. ഒത്തിരിയും മുൻപോട്ട് പോയിട്ട് അവരുടെ ഭാരം എല്ലാം തലക്കേറ്റ് നമ്മൾ കുഴിയിലാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ഒരു വചനം മറ്റുള്ളവരെ സഹായിക്കാൻ മുമ്പിൽ നിൽക്കുന്നവരോടാണ് ഞാൻ ഈ വചനം പറയുന്നത്. പലപ്പോഴും മാതാപിതാക്കൾക്ക് ഇത് പ്രയോജനമാണ്. ഭാര്യ ഭർത്താക്കന്മാർ മക്കളെ മാറി നിൽക്കുന്നെങ്കിൽ അവരെ ഒന്നിച്ചാക്കിയ ലെറ്റ് ദം ഗോ, ലെറ്റ് ദം ലീഡ്. അവരെ ദൈവത്തിലേക്ക് ഏൽപ്പിച്ച് പുറകെന്ന് പ്രാർത്ഥിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 3:20 ഒരു വാക്യമുണ്ട്. തിന്മ പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തെ പകയ്ക്കുന്നു, തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. അപ്പം തിന്മ പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തെ പകയ്ക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, തിന്മയിൽ ഇരിക്കുന്നവർക്ക് പ്രകാശത്തിലേക്ക് വന്ന് അവരുടെ അഴുക്ക് പ്രവൃത്തികൾ അല്ലെങ്കിൽ ദൈവത്തിന് ഹിതമല്ലാത്ത ദുഷ്ടപ്രവൃത്തികൾ വെളിച്ചത്ത് വന്നേക്കുള്ളൂ എന്നുള്ള പേടിയുണ്ടാകും. അല്ല അവരുടെ ഒളിച്ചു വെക്കുന്ന അവർക്ക് ഇപ്പം ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്ന, എനിക്ക് ദൈവത്തെക്കുറിച്ചൊന്നും അറിയണ്ട, ഞാനിപ്പം വായിക്കുന്നില്ല, മാറിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ ഓർക്കണം, അവൻ തിന്മയിലാണ് ജീവിക്കുന്നത്. അവൻ തിന്മയിൽ ജീവിക്കുന്നു എങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വചനം അയക്കാൻ ഒക്കും. വചനം ജീവനുള്ളതാണ്, അത് ചെന്നുകൊള്ളും. ഏത് അമ്മമാരും അപ്പന്മാരും മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്നിടത്ത് വചനം എടുത്തിട്ട് ശക്തനായ ദൈവത്തിൻ്റെ ആയുധമാകുന്ന വചനം, ഇരുവാൽത്തലയുള്ള വചനം, ഇബ്രായലേഖനം 4:12 ഞാൻ അയക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞങ്ങോട്ട് അയച്ചു നോക്ക്, പ്രവർത്തിക്കും. ശക്തമായ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും. യോഹന്നാൻ്റെ 10:35 തിരുവെഴുത്തുകളിൽ നമ്മളെ ദേവന്മാരെന്ന് വിളിക്കുന്നു എങ്കിൽ നമ്മൾ തിരുവെഴുത്തിന് തെറ്റുപറ്റത്തില്ലല്ലോ. വചന അടിസ്ഥാനത്തിൽ ദൈവം നമ്മളെ പറയുന്ന ദൈവത്തിൻ്റെ മക്കൾ അല്ലെങ്കിൽ ദൈവം തന്നെയാണ്. വി ആർ ഗോഡ് എന്നാ മലയാളം ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 8:14-15 പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശത്തെ തന്നിരിക്കുന്ന നമ്മൾ വെളിച്ചം പകരുന്നവരായിട്ട് നിൽക്കണം. ഒരു കാല് എപ്പോഴും ദൈവമേ നിൻ്റെ സന്നിധിയിൽ നിന്നിട്ട് മറ്റേ കാല് പോകുന്നത്രയും പോയാൽ മതി. ഭർത്താവ് പറയുന്നതിൽ കൂടുതലൊന്നും നമ്മൾ ചെയ്യണ്ട. ഇരുട്ടിന് നമ്മൾ ഒരിക്കലും കൂട്ടു നിൽക്കത്തില്ല. നിന്നുകൊണ്ട് കൊണ്ട് പറ, കുഞ്ഞുങ്ങൾ വഴി തെറ്റിപ്പോന്നെങ്കിൽ പഠിച്ചിച്ച് തിരിച്ചു വരട്ടെ. അതുകൊണ്ടായിരിക്കണമല്ലോ മുടിയനായ പുത്രൻ്റെ അപ്പൻ അവൻ പോയ വഴിക്കൊന്നും ആളിനെ പറഞ്ഞു വിട്ടില്ല, പോയി തിരിച്ചു വരട്ടെ എന്ന് വിചാരിച്ചു. അതിനൊക്കെ വിവേകം വേണം, കൃപ വേണം, ദൈവത്തിൻ്റെയോടുള്ള വലിയ ട്രസ്റ്റ് വേണം. ഇതൊക്കെ ഇങ്ങനെയുള്ള അനേകർക്ക് ഇതൊരു പ്രയോജനമായി. ദൈവം കൈവിടത്തില്ല നമ്മളെ. നമ്മുടെ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളെ വചനമാകുന്ന ജീവപ്രകാശം അയച്ചു കൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പൈതങ്ങൾ, അടുത്ത തലമുറകൾ, ഞങ്ങളുടെ തലമുറകളിലുള്ളവർ ദൈവത്തെ അറിയാത്ത പലരും അടുത്തും പലതും ഉണ്ട് കർത്താവേ. മരിക്കുന്നതിന് മുമ്പേ രക്ഷയുടെ ഉറപ്പില്ലാതെ എത്രയോ പേര് മരിച്ചു പോകുന്നു. വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് രക്ഷയെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും കണ്ടിട്ടും കാണാതെ ഇരിക്കുന്ന എന്ത് ശക്തിയാണ് നടിയനൻ. എന്താണെങ്കിലും ഇരുട്ടിൻ്റെ ഒരു നിഷ്ഫല പ്രവൃത്തികൾക്ക് ഞങ്ങളെ നീ കൂട്ടിന് വിടരുത്. അവിടെ നിർത്തേണ്ടിയെടുത്ത് നിർത്താനും പറയേണ്ടിയെടുത്ത് പറയാനും ജീവൻ്റെ ആത്മാവ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യാനുള്ള കൃപ തരണം. യേശുക്രിസ്തു പറയുന്നുണ്ടല്ലോ, പിതാവ് എന്ത് പറയുന്നു അതല്ലാതെ ഞാനൊന്നും പറയുന്നില്ല. സ്വർഗത്തിൽ പിതാവ് ചെയ്യുന്നത് കണ്ടത് മാത്രമേ ഞാൻ ഇവിടെ ചെയ്യുന്നുള്ളൂ. എത്രയോ ക്ലോസ്നെസ്സാണ് ആ സ്നേഹബന്ധത്തിൽ. അതുപോലെ നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുമായിട്ട് ഒരേ ബന്ധത്തിൽ പറയേണ്ടത് പറയാനും പറയേണ്ടാത്തത് പറയാനും ഇരിക്കാനും എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാനും ഒക്കെ നിന്നെ ട്രസ്റ്റ് ചെയ്യാൻ, പൂർണ്ണമായിട്ടും നിന്നിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാൻ. ഈ നുഖമൊന്ന് ഒടിച്ചു കളയാപ്പിച്ച അനേക മക്കളുടെ പുറത്തിരിക്കുന്ന നോക്കാം, പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഭാരപ്പെടുന്ന മക്കൾക്ക് ഇതൊരു അനുഗ്രഹമായി മാറട്ടെ. തലമുറകൾ തിരിച്ചു വരാതെ എവിടെ പോകാനാപ്പിച്ച, എന്നാൽ വചനം അയക്കാൻ പഠിപ്പിക്കപ്പിച്ച. ദൈവത്തിൻ്റെ വചനം അടിയനെ അയക്കുന്ന വചനം പല പ്രാവശ്യം കേട്ടിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ദൈവവചനത്തിൽ ഉറച്ചു നിന്ന് കർത്താവിൻ്റെ കൃപാസനത്തിലേക്ക് വചനവുമായിട്ട് കയറി ചെല്ലാൻ പഠിപ്പിക്കപ്പിച്ച. ആത്മാവിൻ്റെ ഉത്തരം പരിശുദ്ധാത്മാവ് ദൈവവചനമാണെന്നും വചനം ദൈവശ്വാസമാണെന്നും ദൈവശ്വാസം കൊണ്ടാണ് വചനം ഉൽപ്പാദിപ്പിച്ചതെങ്കിൽ കർത്താവ് തന്നെയാണ് വചനമെങ്കിൽ അതെടുത്ത് ഉപയോഗിക്കുമ്പം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അവിടുന്ന് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും ഞങ്ങളുടെ ഭാരങ്ങളെയും അവിടുന്ന് ഏറ്റെടുത്തിരിക്കുന്നതിനാൽ സ്തോത്രം. ഉന്നതനായ ദൈവത്തിൻ്റെ സത്യങ്ങളെ മനസ്സിലാക്കി തരുന്നതിന് നന്ദി പറയുന്നു. അതായത് യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.